சொல்றேன் 25 வருஷம் கழிச்சு இந்தியாவில் இருக்கக்கூடிய மொத்த சயின்டிஸ்ட்ல 80% சயின்டிஸ்ட் திருப்பூர்காரங்களா இருப்பாங்க. அவங்க நம்ம திருப்பூர் சயின்ஸ் கிளப்போட ஸ்டூடெண்டா இருப்பாங்க. ஓகே பை. നമുക്ക് ഇത് തന്നെ സാർ ഗിഫ്റ്റാ നമ്മുടെ അതേ സാധനം. സെയിം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇൻട്രോയിൽ കേട്ട ആ യക്ഷിച്ചിരി ഉണ്ടല്ലോ, അതിന്റെ ഉടമസ്ഥ ഞാൻ തന്നെയാണ്. സോറി, ആരും പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലും സന്തോഷം നിറഞ്ഞ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വ്ളോഗിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമ്മൾ വന്നിരിക്കുന്നത് പാർക്ക് കോളേജിലാണ് കേട്ടോ, തിരുപ്പൂരിലുള്ള പാർക്ക് കോളേജിലാണ്. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തിരുപ്പൂരിലുള്ള JCI തിരുപ്പൂർ മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോമിന്റെ ഭാഗമാണ്, അതിന്റെ മെമ്പേഴ്സാണ് നമ്മൾ. സോ ഈ വർഷം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഗ്രാൻഡ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000+ യങ് സയന്റിസ്റ്റ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ ഇങ്ങനെ വർക്ക് എക്സ്പീരിയൻസും സയൻസ് എക്സിബിഷനൊക്കെ നടത്തില്ലേ, അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നേ എന്നൊക്കെ പറയാം. കുട്ടികളുടെ വർക്ക് എക്സ്പീരിയൻസും ചെറിയ കുട്ടികൾ മുതൽ ഒരു +1 +2 വരെയുള്ള കുട്ടികളുടെ പല സ്കൂളിലുള്ള ഒരു 30-40 സ്കൂളുകളിലുള്ള കുട്ടികളുടെ ഒരുമിച്ചിട്ടുള്ള മഹാസംഗമമായിരുന്നു നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർക്ക് കോളേജിൽ വെച്ചിട്ടായിരുന്നു. സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. ഭയങ്കര സന്തോഷം നിറഞ്ഞ എല്ലാ കുട്ടികളുടെ മുഖത്തൊക്കെ ഭയങ്കര ഒരു 100 വോൾട്ട് ലൈറ്റ് കത്തുന്ന പ്രകാശം നിറഞ്ഞ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ എല്ലാവർക്കും. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനായിക്കോട്ടെ, എല്ലാവർക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കും. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പ്രതീക്ഷിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു സക്സസ് ആയിട്ടുള്ള ഒരു എൻഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഇതാ ഈ കോട്ട് ഇട്ടിട്ട് നടക്കുന്നുണ്ടല്ലോ, ഇവരാണ് നമ്മുടെ റോബോട്ടിക്സ് സാറിന്റെ പേര് സുരേഷ് സെൽവൻ എന്നാണ്. ഇവരുടെ റോബോട്ടിക്സ് സാറിന് നമ്മൾ വിളിക്കുന്നതേ ഉള്ളൂ, കാരണം ആളുടെ സബ്ജക്ട് റോബോട്ടിക്സ് സാറ് നമ്മുടെ ഗ്രൂപ്പിലെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. അപ്പോൾ ആളുടെ സ്റ്റുഡൻസിനെ കുറിച്ച്, ആൾക്ക് എന്താണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ആളത്തെ പറയാൻ ശ്രദ്ധിക്കാം. பேர் வந்து 1000 யங் சயின்டிஸ்ட் அவார்டு. 1000 யங் சயின்டிஸ்ட்டுக்கு தான் இந்த அவார்டு கொடுக்குறோம். ஓகே, எல்லாமே சொந்தமாக அவங்களால என்ன முடியுமோ செய்து கொண்டு வந்திருக்கிறாங்க. எல்லாரும் நான் பெரிய சயின்டிஸ்ட்னு இப்போ சொல்ல முடியாது, ஆனால் அவங்க வந்து யங் சயின்டிஸ்ட், அது கன்ஃபார்ம். அவங்களை என்ன யங் சயின்டிஸ்ட் ஆக்குறோம், யங் சயின்டிஸ்ட்னு அவங்களுக்கு சொல்கிறோம். செகண்ட் லெவல் தேர்ட் லெவல் வரும்போது அவங்க வந்து இந்தியாவுக்கு தேவையான ஒரு சயின்டிஸ்டாக கண்டிப்பாக மாறுவாங்க. திரும்ப சொல்கிறேன், 25 வருஷம் கழிச்சு இந்தியாவில் இருக்கக்கூடிய மொத்த சயின்டிஸ்ட்ல 80% சயின்டிஸ்ட் திருப்பூர்காரங்களா இருப்பாங்க. அவங்க நம்ம திருப்பூர் சயின்ஸ் கிளப்போட ஸ்டூடெண்டா இருப்பாங்க. ഓക്കെ ബൈ. അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇനോഗ്രൽ സെക്ഷനിൽ സാറ് നമുക്ക് തന്ന ഒരു 2-3 വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോൾ. നമ്മുടെ കാലത്തും ഇതുപോലെ ടീച്ചേഴ്സ് ഉള്ളതായിരുന്നെങ്കിൽ നമുക്കും കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായേനേന്ന് എനിക്ക് തോന്നിട്ടോ. Dear parents, good morning. இது சவுண்ட் அவ்வளவுதானா? அவரே தான் மாணவன் தான் என்று சொல்லிக் கொண்டார். நான் இன்னும் படிக்க வேண்டியது இருக்கிறது என்று கொடுத்த நிலவடந்தை கிளிலொழுகும் சீராரும் பதனமென திகழ் பரத கண்டதில் தெக்கலமும் அதில் சிறந்த திராவிடர்கள் திருநாடும் தக்க சிறு பிரிநுதனும் தரித்தனரும் திலகமுமே அத்திலக வாசனை போல் அனைத்துலகும் இன்ப. ഇപ്പോൾ ഈ കേട്ടതുണ്ടല്ലോ, ഇതാണ് തമിഴ് തായ് വാഴ്ത്ത്. അതായത് തമിഴ്നാട്ടിലെ എന്തൊരു പ്രോഗ്രാം, എന്തായിക്കോട്ടെ, എന്ത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും നമ്മൾ ഒരു പ്രോഗ്രാമിന് മുന്നേ നമ്മളൊരു പ്രെയർ ഉണ്ടാവുമല്ലോ, ആ പ്രെയർ പോലെയാണ് എന്ത് പ്രോഗ്രാമിന് മുന്നിലും ഈ തമിഴ് തായ് വാഴ്ത്ത് ഉണ്ടാകും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, തമിഴ് തായ് വാഴ്ത്ത്. നമുക്കിങ്ങനെ കുളിര് കൂരും അങ്ങനെ കേൾക്കുമ്പോൾ. ഞാനിത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതെന്തോ പാട്ടാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇവരുടെ പ്രെയറാണ്, പ്രെയർ സോങ് പോലെ യൂസ് ചെയ്യുന്നതാണ്. 18க்கும் 40 வயசுக்கும் இடையிலான இளைஞர்களோட தலைமை பண்பு, அவங்களோட இண்டிவிஜுவல் டெவலப்மெண்ட், இதுக்காக செயல்பட்டுக்கிட்டு இருக்கிற கடந்த 108 வருஷமாக செயல்பட்டுக்கிட்டு இருக்கிற ஒரு அமைப்புங்க. இந்தியாவில் பார்த்தீங்கன்னா இது 75வது வருஷம் JCI செயல்படுது. இந்தியாவில் நம்ம டைமண்ட் ஜூபிலி இந்த வருஷம் கொண்டாடிட்டு இருக்கிறோம். எக்ஸிபிஷனில் கலந்துக்கிறப்ப நம்மளுடைய குழந்தைகளாகட்டும், நம்ம ஸ்கூல்ல இருந்து வரக்கூடிய
ഡിയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ സ്പീച്ച് കഴിഞ്ഞു. ഇനോഗ്രൽ സെക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഓരോരുത്തരും കുട്ടികളുടെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ കാണുന്ന എല്ലാ ഓഡിറ്റോറിയത്തിലും ക്ലാസ് റൂമുകളിലൊക്കെ ഓരോരോ ഭാഗങ്ങളിലായിട്ടായിരിക്കും കുട്ടികളുടെ എക്സിബിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ സ്കൂളിനും ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഓരോ പ്രോജക്റ്റും ആ കുട്ടികൾ തന്നെ ചെയ്തതാണ്. ഒരാളും അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളല്ല. അതെങ്ങനെ നമുക്ക് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പോയിന്റിനെ കുറിച്ചും അവർക്ക് പറയാൻ 100 നാവാണ്. അവരുടെ ഐഡിയാസ് പറയാൻ അവർക്ക് 100 നാവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് അവരുടെ വാക്ക് നിർത്തിയിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാനേ നമുക്ക് കഴിയില്ലായിരുന്നു. അങ്ങനെ കുറേ നമുക്ക് കാണാനും കേൾക്കാനും അവരുടെ ഐഡിയാസൊക്കെ ചെയ്യാനും ഒക്കെ ഭയങ്കര ഐഡിയാസ് കാണാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടോ. திருப்பூர் மெட்ரோல லக்கி டிரா அனௌன்ஸ் பண்ணிருக்காங்க. இந்த எக்ஸ்போ முடியும் போது ஒரு 10 மெம்பர்ஸ்க்கு ஸ்பெஷல் கிஃப்ட் கொடுக்க போறாங்க. கண்டிப்பா எல்லாருமே லக்கி டிரால போய் உங்க நேம், ஸ்கூல் நேம், ஃபோன் நம்பர் எழுதி அதுல போடுங்க. அது வெளிச்சம் இருக்குமா இல்ல கரண்ட் செட் பண்ணுவோம். அப்படி இல்லனா லைட் எரியும். நீங்க என்ன பண்ணிருக்கீங்க? ஆடியோட செக் பண்ணீங்களா? ஃபர்ஸ்ட் ஸ்டெப் இஸ் பிக் ஸ்டோன்.
சுமித் சீக்கிரம் வாங்க gift வாங்கிக்கலாம். பரிசு சும்மா கிடைக்காது, கேள்வி கேட்போம், பதில் சொல்லணும். வாங்க வாங்க வாங்க. சரி, சிம்பிளா கேக்குறேன். ஜேசில ஜாயின் பண்ணணும்னா என்ன வயசுல இருந்து என்ன வயசுக்குள்ள இருக்கணும்? எக்ஸாக்ட்லி. அருமையா சொன்னாங்க. 18 லிருந்து 40. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കുട്ടികളെ എല്ലാവരെയും കൂട്ടിയിട്ട് വന്ന് അവരുടെ സ്റ്റേജിൽ വെച്ച് അവരുടെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. അവർക്ക് മെഡൽ, സർട്ടിഫിക്കറ്റ്, പ്രൈസ് കൊടുക്കാനുണ്ടായിരുന്നു. അവരുടെ പാരൻസിനെ, ടീച്ചേഴ്സിനെ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രോഗ്രാം. അതുപോലെ തന്നെ ഒരുപാട് ഫീഡ്ബാക്കുകൾ, നല്ലതും നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടി. ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി, ഒരുപാട് ആൾക്കാരെ കിട്ടി, വെൽവിഷേഴ്സിന് കിട്ടി. അവരുടെയൊക്കെ അഭിപ്രായം നമുക്ക് കിട്ടി. ആ അഭിപ്രായങ്ങൾ വെച്ച് നമുക്ക് അടുത്ത പ്രോഗ്രാമിനെയും ഒരുപാട് കുറച്ചും കൂടെ ഉയരങ്ങളിലേക്ക് എത്തിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ കൂടുതൽ കൂടുതൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടി. നമ്മുടെ കോളേജിലെ NCC കുട്ടികളുണ്ടല്ലോ, അവരുടെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമ്മളെ. അതുപോലെ തന്നെ എനിക്ക് അവരുടെ ആ ക്ലാപ്പ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ഏകദേശം കഴിയാനായി. ഇങ്ങനെ കുട്ടികൾ കണ്ടു പല സ്കൂളുകളിൽ നിന്നും അവരുടെ പ്രോജക്റ്റുകൾ ഇതുപോലെ ലോറികളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഗ്രൗണ്ടിലെ ലോറിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ട്രാക്ടറിലൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചു. എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മളിങ്ങനെ ആശിച്ച്, മോഹിച്ച്, ആഗ്രഹിച്ച് ഒരുപാട് കാലം കാത്തിരുന്ന് വർക്ക് ചെയ്ത് അവസാനം നമുക്കതൊരു സക്സസ് ആയി കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടാവല്ലോ, അതാണ് നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെ മുന്നിൽ അവരുടെ മുഖത്ത് കാണാനുള്ളത്. രാത്രിയാണെങ്കിലും ദിവസങ്ങളോളം ഉറങ്ങാതെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടന്നവരാണ് ഇവരെല്ലാവരും. അതുപോലെ തന്നെ സൗണ്ട്, ലൈറ്റ്, ക്യാമറാമാൻ ചേട്ടന്മാർ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. ടീച്ചേഴ്സ്, കോളേജിലുള്ള പ്രിൻസിപ്പൾ, അതുപോലെ തന്നെ സെക്രട്ടറി, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും, ഇവൻ നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ വന്ന ആൾക്കാർ വരെ നമുക്ക് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. ഫൈനലി നമ്മുടെ പ്രോഗ്രാം എല്ലാം തീർന്ന് പിന്നെ അവസാനം നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമുക്കൊരു അനലിറ്റിക്സ് ഗ്രൂപ്പ് ഉണ്ടാകും. അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, എന്നൊക്കെ കുറവുണ്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ തോന്നിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരുന്ന് അവിടെയുള്ള എല്ലാ ഇത് എന്റെ കൂട്ടുകാരനാണ്. പുള്ളിക്കാരൻ ഒരു കമ്പനിയുടെ GM ആണ്. എന്നിട്ടാണ് ഇവിടെ കിടന്നിട്ട് ഇന്ന് ഇതിന്റെ സെറ്റപ്പിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന് കട അത്രയും ഡൗൺ ടു എർത്ത് ആണെന്ന്. എന്താ പണി എടുത്താലും അതിൽ അടിപൊളിയായിട്ട് ചെയ്യും. സൂപ്പർ. ഇവരുണ്ടല്ലോ, അതായത് മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവരാണ് റൈജു ചേട്ടനാണ്, നമ്മുടെ മലപ്പുറംകാരനാണ്. ഭയങ്കര നമ്മുടെ ഗ്രൂപ്പിൽ നമുക്കൊരു മലയാളീനെ കിട്ടിയ സന്തോഷമാണ് കേട്ടോ എനിക്ക്. കാരണം ഞാനിങ്ങനെ തമിഴും മലയാളവും കലർന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു നാണക്കേട് ഉണ്ടായിരുന്നു. ബട്ട് ശിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു മെമ്പർ ഉണ്ട് കേട്ടോ. ആളെന്നോട് പറയും, ഡോണ്ട് വെറി, നിങ്ങൾ മലയാളം പറയണ്ട, നിങ്ങൾ തമിഴ് പറയൂ, തമിഴ് പറയണേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിതാ സ്പ്രിങ് പൊട്ടറ്റോ അച്ചുക്കുട്ടൻ്റെ മൂക്കിലൊക്കെ ആയി. അങ്ങനെ നമുക്കിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. അവിടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്കതൊന്നും കഴിക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല, ബിസി ആയിരുന്നു എല്ലാവരും. പിന്നെ എല്ലാം കഴിഞ്ഞ് നമുക്കിനി പേട് പൂജ ചെയ്യണം. ഭയങ്കര വിശപ്പായിരുന്നു എല്ലാവർക്കും. ഇന്ദുവിനെ കുറിച്ച് പറയാൻ നിവർത്തിയില്ല, പറയാതിരിക്കാൻ. ഇന്ദു ആയിരുന്നു ഇന്നത്തെ ആങ്കർ. സൂപ്പറായിരുന്നു, അവളുടെ ഹോസ്റ്റ് ചെയ്തത് വളരെ നന്നായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. ഇവരാണ് ഇന്ദുവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, തിരുപ്പൂർ ഷൈൻസ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും കൈയിട്ട് വാരി തിന്ന് വിശപ്പ് നിവർത്തുകയാണ്. ഭയങ്കര വിശപ്പായിരുന്നു. നമുക്ക് പ്രോഗ്രാം കഴിയുന്നത് വരയ്ക്കും വിശപ്പ് അറിഞ്ഞില്ല. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഓക്കെ ആണ്, നമ്മൾ പക്കാണ് എന്ന് തോന്നിയപ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോരുത്തർക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്റ്റോളിൽ തന്നെ ഉള്ളത് കൊണ്ട് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ഭയങ്കര അടിച്ചുപൊളി ഗ്രൂപ്പാണ് കേട്ടോ നമ്മുടെ. എല്ലാവരും പ്രായത്തിനനുസരിച്ച് അതുപോലെ തന്നെ സ്റ്റാറ്റസ് മാറുകയാണെങ്കിൽ പോലും ഭയങ്കര ഒരു പ്രോഗ്രാം എന്ന് വരുമ്പോൾ എല്ലാവരും കട്ടയ്ക്കാണ്. കുറേ ആൾക്കാർ അപ്പുറത്തേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നമ്മുടെ പ്രോജക്റ്റിനെ കട്ട സപ്പോർട്ടായിരിക്കും കേട്ടോ എപ്പോഴും. ഇനി ഇതുപോലെ ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര
ഞാൻ കൂടുതൽ ലെങ്തി ആണെന്ന് തോന്നിയിട്ടുണ്ടാവും. ബട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ ഞാനിത് കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് എല്ലാത്തും വീഡിയോ എടുത്ത് നടക്കാനൊന്നും കഴിയില്ലല്ലോ. നമുക്കും കുറേ വർക്കുകളൊക്കെ ഉണ്ടാവും. സോ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ അവിടെ ഒരു മഞ്ചാടി മരം ഉണ്ടായിരുന്നു കേട്ടോ. പാത്തുക്കുട്ടിക്ക് അതൊക്കെ പെറുക്കിക്കൊണ്ട് വരലായിരുന്നു പണി. അതെല്ലാം വെച്ച് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാത്തുക്കുട്ടി അച്ചുക്കുട്ടനും കൂടെ. അവർ നന്നായി എൻജോയ് ചെയ്തു. അച്ചുട്ടാക്കാണെങ്കിൽ ഈ റോബോട്ടിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.